പ്രമേഹവും ഏജിങ്ങും അകാല വാർദ്ധക്യം, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വീടിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ. ഒരു 10 വർഷമായിട്ട് പ്രമേഹ രോഗമുണ്ട്. 48 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഭയങ്കര ക്ഷീണമാണ് ഇപ്പോഴ്, ഓഫീസിലെ വർക്കൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫയല് കിട്ടിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റുന്നില്ല, അതിന് മറുപടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനും ഇപ്പോൾ കോട്ടം വന്നിട്ടുണ്ട്, ഒരു 10 കിലോ പോലും എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സെക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു താല്പര്യക്കുറവാണ്, ഇറക്ഷന്റെ പ്രശ്നമുണ്ട്, അതുപോലെ ഉറക്കക്കുറവുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ആള് കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ബ്ലഡിലെ ഷുഗറൊക്കെ കൺട്രോളിങ് ആണ് താനും. എന്താ സാർ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകണം, ഇതിനെന്താണ് പ്രതിവിധി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് ഗോപാലകൃഷ്ണന്റെ മാത്രം പ്രശ്നമല്ല, ഡയബറ്റീസ് ഉള്ള 90% പേരുടെയും പ്രശ്നമാണ്. ഇതിന്റെ കാരണം എന്താണ്, ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോണത്. ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഊർജ്ജക്ഷാമമാണ്, എനർജി ലോസ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ശരീരം അബ്സോർബ് ചെയ്യുന്ന ഗ്ലൂക്കോസ് അത് സെല്ലുകൾക്കകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന പവർ ഹൗസിൽ കയറിയിട്ടാണ് ഊർജ്ജ ഉൽപാദനം നടക്കുന്നത്. അങ്ങനെ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടുന്നു. സെല്ലുകൾക്ക് ഊർജം കിട്ടുന്നതിന് ശരീരത്തിന് മുഴുവൻ ഊർജം കിട്ടുന്നു. സാധാരണ ആളുകളെ പോലെ ഡയബറ്റീസ് ഉള്ളവരും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ഈ ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ വയ്യാതെ വരുന്നു. ഒരു പമ്പ് സെറ്റ്, അതിലേക്ക് വോൾട്ടേജ് കുറഞ്ഞ കറണ്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കപ്പെടും. സാവധാനമാണ് വെള്ളം പമ്പ് ചെയ്യുള്ളൂ, അത് ചൂടാവും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കത്തിപ്പോയിന്നിരിക്കാം. സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് ഊർജ്ജക്ഷാമം ഉണ്ടായാൽ സെല്ല് ഏജിങ് നേരത്തെയാവും, അതായത് കോശങ്ങളിലെ വാർദ്ധക്യം നേരത്തെയാവും. നമ്മുടെ ശരീരം നിരവധിയായിട്ടുള്ള കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടുണ്ടായ ഒരു ബോഡിയാണ്. നമ്മുടെ ശരീരം പോലെ തന്നെ സെല്ലുകളും ഉണ്ടാവുകയും നിലനിൽക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെല്ലുകൾക്കും ഒരേ ആയുസ്സല്ല, ഓരോ സെല്ലുകൾക്കും ഓരോ ആയുസ്സാണ്. സാധാരണ പറയാറുണ്ട്, നമ്മളുടെ ത്വക്കിലെ സെല്ലുകൾ ഏതാണ്ട് 3 ആഴ്ച ജീവിച്ചിരിക്കും, സ്റ്റൊമക്കിലെ സെല്ല് 10 ദിവസമാണ്, ലിവറിലെ സെല്ലാണെങ്കിൽ 200 ദിവസം ജീവിച്ചിരിക്കും, ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പറയുന്ന ലൈഫ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജവും അതുപോലെ കൃത്യമായിട്ടുള്ള മെറ്റബോളിസം, അവയുടെ ജീവിത പരിതസ്ഥിതിയും കറക്റ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ ആയുസിന്റെ കാര്യത്തിലും അത് നിഴലിക്കുന്നുള്ള കാര്യം വ്യക്തമാണ്. സെൽ ഡിവിഷനാണ് വാർദ്ധക്യത്തെ നിശ്ചയിക്കുന്നത്. നമ്മളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അണ്ടവും ബീജവും ചേർന്നുണ്ടായ സൈഗോട്ടിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്ന് വരുന്നു, അതനുസരിച്ച് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സെല്ലുകളുടെ ഉള്ളിലുള്ള ക്രോമസോമുകൾക്കുള്ളിലുള്ള ടെലോമിയർ എന്നൊരു ഘടകമുണ്ട്. ഇത് കൂടുതൽ ഡിവിഷൻ നടക്കുന്നതോറും കുറഞ്ഞു തേഞ്ഞ് തീരും. അവസാനം ഇത് ഡിവിഷൻ നടക്കാത്തൊരവസ്ഥയിലെത്തും. അതായത് ഉപജീവ പ്രവർത്തനങ്ങൾ 100 കോശങ്ങൾ ജനിക്കുമ്പോൾ 120 കോശങ്ങൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഉപജീവ പ്രവർത്തനങ്ങൾ കുറയുകയും അപജീവ പ്രവർത്തനം കൂടുകയും അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുന്നതും നമുക്കിതുപോലെ ജരയും നരയും തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, പല്ല് കൊഴിഞ്ഞു പോകുന്നത്, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നത്, മസിൽ കുറഞ്ഞു പോകുന്നത്, വെയിറ്റ് കുറഞ്ഞു പോകുന്നതൊക്കെ ഈ അവസ്ഥയിലാണ്. ചുമന്ന രക്താണുക്കളുടെ RBSന്റെ ആയുസ് 120 ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 120 ദിവസം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ RBSന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോഷകവും അതിനാവശ്യമായ ഓക്സിജനും എല്ലാം കിട്ടിയാൽ മാത്രമേ ജീവിച്ചിരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ എപ്പോഴും ബ്ലഡിലെ ഷുഗർ കൂടുതലായിരിക്കും, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ ഗ്ലൈക്കോസിന്റെ ഹീമോഗ്ലോബിൻ ആയി കഴിയുമ്പോൾ അതിന്റെ ആയുസ് കുറഞ്ഞു പോകും. അതുപോലെ ടൈപ്പ് 2 പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ എപ്പോഴും ഇൻസുലിൻ കൂടുതലായിരിക്കും. ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാലും അത് സെല്ലുകളുടെ ലൈഫിനെ ബാധിക്കും. ഏതെങ്കിലും ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്താലോ, ഏതെങ്കിലും പോഷകം കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് സെല്ലുകളുടെ ആയുസിനെ കുറയ്ക്കും. പ്രമേഹമുള്ളവരുടെ ശരീരത്ത് ഷുഗർ എന്ന പോഷകം കൂടുതലും ഇൻസുലിൻ എന്ന ഹോർമോൺ കൂടുതലുമാണ്. ഇതാണ് ഒരു പരിധി വരെ സെല്ലുകളുടെ ഏജിങ്ങിനെ വർദ്ധിപ്പിക്കുന്ന ഘടകം എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. RBSന്റെ കാലാവധി 120 ദിവസമാണെങ്കിൽ
അതിന് പറ്റിയ ഒരു പരിസ്ഥിതി അല്ല ശരീരത്തുള്ളെങ്കിൽ അത് 90 80 കുറയാനിട വരും. അങ്ങനെ 80 കുറഞ്ഞാൽ 3 തവണ ഡിവിഷൻ നടക്കുമ്പോഴേക്കും 240 ദിവസം വരും. പക്ഷേ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തെ സംബന്ധിച്ചിട്ട് 120 ദിവസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം ഡിവിഷൻ നടക്കുകയുള്ളൂ. 3 ഡിവിഷൻ നടക്കുമ്പോഴും 4 ഡിവിഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ ടെലോമിയറിന്റെ നീളം കുറയാനും അതിന്റെ ഡിവിഷനുള്ള ശേഷി കുറയാനും അങ്ങനെ അകാല വാർദ്ധക്യത്തിലേക്ക് പോകാനും അത് കാരണമായി തീരും. അല്പം സങ്കീർണമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇത്. കാരണം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്, ഒരു ശാസ്ത്ര തത്വമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇങ്ങനെ ശരീരത്തിന്റെ സെല്ലുകളുടെ വാർദ്ധക്യം അകാല വാർദ്ധക്യമായിട്ട് വന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളുടെ കലണ്ടറിൽ അല്ലെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിലെ വയസ്സ് 50 ആവുമ്പോഴേക്കും നമ്മളൊരു 60 വയസ്സിലേക്കോ 70 വയസ്സിലേക്കോ എത്തിപ്പെടും. അപ്പോൾ 70 വയസ്സുകാരനുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് 50 വയസ്സുകാരനുണ്ടാവാം. അപ്പോൾ 70 വയസ്സുകാരനുള്ള ആരോഗ്യം മാത്രമേ 50 വയസ്സുകാരനുണ്ടാവുള്ളൂ. 70 വയസ്സുകാരനുള്ള ഷുഗറിന്റെ പ്രശ്നം, 70 വയസ്സുകാരനുള്ള മുട്ടുവേദന, 70 വയസ്സുകാരനുള്ള ശ്വാസം മുട്ട്, 70 വയസ്സുകാരനുള്ള ലൈംഗിക ശേഷി കുറവൊക്കെ 50 വയസ്സുകാരനുണ്ടാവും എന്നാണ് പറഞ്ഞു പറഞ്ഞതിന്റെ അർത്ഥം. അതായത് യഥാർത്ഥ വയസ്സും സർട്ടിഫിക്കറ്റിലെ വയസ്സും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് നമ്മൾ ആശുപത്രി പോയി മരുന്ന് കഴിച്ചിട്ട് മാത്രം പ്രയോജനമില്ല. കൃത്യമായി ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിച്ചാൽ നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുതലായിരിക്കും, ഇൻസുലിൻ കൂടുതലായിരിക്കും. അത് നമ്മളുടെ മെറ്റബോളിസത്തെ തകരാറിലായിക്കൊണ്ടിരിക്കും. കൃത്യമായ പരിചരണത്തിലുള്ള ആളുകൾക്കും വരുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഏജിങ്ങിന്റെയും ഊർജ്ജക്ഷാമത്തിന്റെയും ഫലമായിട്ടാണ് ക്ഷീണവും തളർച്ചയും ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകുന്നത്. ഇത് നമ്മളുടെ ജീവിത വിജയത്തെയും സ്വാധീനിക്കും. നമ്മളിപ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരായാലും, ശരീരശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരായാലും, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ആ പ്രവൃത്തി നമുക്ക് കൃത്യമായി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരും. ആ രംഗത്ത് വേണ്ടത്ര വിജയം കൈവരിക്കാൻ പറ്റാതെയും വരും. നമ്മൾ പലരും പറയും, സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ബ്ലഡിലെ ഷുഗർ കൺട്രോളിംഗ് ആണ്, ഞാൻ കൃത്യമായി ട്രീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് എങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നാളെ ഉണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് പലപ്പോഴും സാധ്യമല്ലാതെ വരും. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്ത് വേണം, അഥവാ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് മുമ്പോട്ട് പോകാതിരിക്കാൻ അതിനെ കുറയ്ക്കാൻ എന്ത് വേണം, ഇതിനെക്കുറിച്ച് കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷയം ഒന്ന് അവസാനിപ്പിക്കാം നമുക്ക്. അതിന് വേണ്ടത് മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തോ ബ്ലഡിലെ ഷുഗറിന്റെ കൺട്രോളിങ് നിർത്തലല്ല. ആ കൺട്രോളിങ് ഒരു കൺട്രോളിങ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ബ്ലഡിലെ ഷുഗറിനെ കുറച്ചാൽ മാത്രമേ അത് ശരിയായ കുറയ്ക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫലം നമുക്ക് തരുവുള്ളൂ. അതുകൊണ്ട് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും നാച്ചുറലായിട്ട് ഒരു നേച്ചർ ലൈഫിലൂടെയുള്ള ഒരു ജീവചര്യയിലേക്ക്, ആ ഒരു പാതയിലേക്കാണ് നമ്മൾ വരേണ്ടത്. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആളുകൾ. അത് നമ്മളുടെ അകാല വാർദ്ധക്യത്തെ തടയുകയും അതുപോലെ നമ്മളുടെ പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയും നമ്മളുടെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്തുകയും ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ നാളെ വരാനിടയുള്ള ഷുഗർ റിലേറ്റഡ് ഡിസീസുകളിൽ നിന്ന്, അനുബന്ധ രോഗങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ശുഭസ്യ ശീഘ്രം എന്ന് പറഞ്ഞ പോലെ ഇന്ന് തന്നെ നമ്മൾ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് മൂവാട്ട് സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. 100 കണക്കിന് ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.